ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമായ ഒന്നാണ് മലയാളി താരം സഞ്ജു സാംസണിന്റെ ടീം സെലക്ഷൻ. ഓരോ തവണ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴും ആരാധകരും കായിക ലോകവും ആദ്യം തിരയുന്നത് സഞ്ജുവിന്റെ പേരുണ്ടോ എന്നാണ്. വരാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനം പടിവാതിക്കൽ എത്തി നിൽക്കെ വീണ്ടും സഞ്ജുവിനെ ചുറ്റിപ്പറ്റി നിരാശാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. മികച്ച ഫോമിലായിരുന്നിട്ടും അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ അഫ്ഗാൻ പരമ്പരയിൽ നിന്നും BCCI ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ സഞ്ജുവിന് പകരം ഇടംകൈൻ ബാറ്ററായ ഇഷാൻ കിഷനെ ടീമിലേക്ക് പരിഗണിക്കുന്നതിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പർമാരുടെ ആഭ്യന്തര പോരാട്ടം വീണ്ടും മുറുകുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ഗ്ലൗസിനായി നിലവിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത പോരാട്ടമാണ്. KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ തുടങ്ങിയ നീണ്ടൊരു നിര തന്നെ ഈ സ്ഥാനത്തിനായി മാറ്റുരയ്ക്കുന്നുണ്ട്. ജൂൺ 6 മുതൽ ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ വരുന്ന ചൊവ്വാഴ്ച സെലക്ടർമാർ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. 2027 നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്കാണ് BCCI തുടക്കമിടുന്നത്. യുവതാരം ഗിൽ നയിക്കുന്ന ഈ ടീമിൽ സീനിയർ താരം KL രാഹുൽ ആയിരിക്കും ഒന്നാം വിക്കറ്റ് കീപ്പർ. എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നടക്കുന്ന ചർച്ചകളാണ്. മലയാളി താരം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിലും IPLലും തകർപ്പൻ പ്രകടനമാണ് താരം പുറത്തെടുത്തത്. എന്നിട്ടും ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ സഞ്ജു എപ്പോഴും സെലക്ടർമാരുടെ കണ്ണിലെ കരടാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. 2023 ഡിസംബർ 21 സഞ്ജു അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ ഒരു ഏകദിന മത്സരം കളിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആ നിർണായക പോരാട്ടത്തിൽ സമ്മർദ്ദഘട്ടത്തിൽ ഗ്രീസിലെത്തിയ സഞ്ജു 114 പന്തിൽ 108 റൺസ് നേടി കരിയറിലെ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി കുറിച്ചു. ഇന്ത്യ 2-1 പരമ്പര സ്വന്തമാക്കിയ ആ മത്സരങ്ങളിൽ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സഞ്ജുവായിരുന്നു. എന്നാൽ വിദേശ മണ്ണിൽ ഇത്രയും മികച്ചൊരു പ്രകടനം നടത്തിയിട്ടും അതിനുശേഷം ഒരൊറ്റ ഏകദിന മത്സരത്തിൽ പോലും താരത്തെ നിലക്കുപ്പായത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. സഞ്ജുവിനെ മറികടന്ന് ടീമിലേക്ക് വരാൻ സാധ്യത കൽപ്പിക്കുന്ന ഇഷാൻ കിഷൻ ഏകദേശം 2 വർഷം മുൻപാണ് അവസാനമായി ഇന്ത്യക്കായി ഏകദിനം കളിച്ചത്. BCCIയുടെ കേന്ദ്ര കരാറിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കളത്തിന്റെ പേരിൽ വിലക്കിൽ നിന്നും ഒക്കെ കടന്നു വന്ന ഇഷാൻ കഠിനാധ്വാനത്തിലൂടെയാണ് വീണ്ടും സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സെയ്ദ് മുഷ്തഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ നടത്തിയ തകർപ്പൻ വെടിക്കെട്ട് ബാറ്റിംഗ് ഇഷാൻ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി വീണ്ടും തുറന്നത്. T20 ലോകകപ്പിൽ ലഭിച്ച അവസരങ്ങളിൽ തിളങ്ങിയ താരം തൊട്ടു പിന്നാലെ നടന്ന IPLലും ഫോം തുടർന്നു. ഒരു ഇടംകൈൻ ബാറ്റർ എന്ന ആനുകൂല്യം ടോപ്പ് ഓർഡറിൽ മിഡിൽ ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുമെന്നതും ഇഷാൻ അനുകൂല ഘടകങ്ങളായി മാറി. സഞ്ജുവിനേക്കാൾ ഇഷാൻ കിഷന് സെലക്ടർമാർ മുൻഗണന നൽകുന്നതിന് പിന്നിൽ ചില തന്ത്രപരമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് കായിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഭൂരിഭാഗവും വലംകൈയ്യന്മാരായതിനാൽ മധ്യനിരയിലോ മുൻനിരയിലോ ഒരു ഇടംകൈയ്യൻ ബാറ്ററുടെ സാന്നിധ്യം ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ കുറവ് നികത്താൻ ഇഷാൻ കിഷന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ ഒരു കാരണം പറഞ്ഞ് സെഞ്ചുറി അടിച്ച ഒരു താരത്തെ പൂർണ്ണമായും തഴയുന്നത് നീതിയല്ലെന്നാണ് സഞ്ജു ആരാധകരുടെ പക്ഷം. വരാനിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യ വലിയ പരീക്ഷണങ്ങൾക്കാണ് മുതിരുന്നത്. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുടെ അഭാവത്തിൽ ഗില്ലിന്റെ തോളിലാണ് ടീമിനെ നയിക്കാനുള്ള ചുമതല. കൂടാതെ വരാനിരിക്കുന്ന നീണ്ട ടെസ്റ്റ് സീസണിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും കണക്കിലെടുത്ത് ഇന്ത്യയുടെ മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഈ പരമ്പരയിൽ പൂർണ്ണ വിശ്രമം അനുവദിക്കും. അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള യുവ പേസ് നിരയായിരിക്കും അഫ്ഗാനെ നേരിടുക. ഏകദിന ക്രിക്കറ്റിലെ ഇരു താരങ്ങളുടെയും പ്രകടനങ്ങൾ പരിശോധിച്ചാൽ സഞ്ജു ഒട്ടും പിന്നിലല്ലെന്ന് വ്യക്തമാകും. മികച്ച ശരാശരിയും സ്ട്രൈക്ക് റേറ്റും ഉണ്ടായിട്ടും സഞ്ജുവിന് സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കുന്നില്ല. BCCI ചൊവ്വാഴ്ച പ്രഖ്യാപിക്കാൻ പോകുന്ന ടീമിൽ സഞ്ജുവിന്റെ പേരില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് ഏകദിന കരിയറിന് വലിയൊരു തിരിച്ചടിയാകും. പരിക്കുകളോ ഫോമില്ലായ്മയോ ഇല്ലാതിരുന്നിട്ടും അവസരം ലഭിച്ചപ്പോഴൊക്കെ റൺസ് അടിച്ചുകൂട്ടിയിട്ടും ഒരു കളിക്കാരൻ നിരന്തരം അവഗണിക്കപ്പെടുന്നത് താരത്തിന്റെ ആത്മവിശ്വാസത്തെയും ബാധിച്ചേക്കാം. എന്നാൽ മുൻപും ഇത്തരം പ്രതിസന്ധികളെ തന്റെ കഠിനാധ്വാനം, പോസിറ്റീവ് മനോഭാവം കൊണ്ട് മറികടന്ന ചരിത്രമാണ് സഞ്ജുവിനുള്ളത്. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ഇഷാൻ കിഷൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ KL രാഹുലിന് വിശ്രമം അനുവദിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ സഞ്ജുവിന് ഇനി ഏകദിനത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ. വരാനിരിക്കുന്ന ആഭ്യന്തര സീസണുകളിലും IPLലും വീണ്ടും റൺസ് വേട്ട നടത്തി സെലക്ടർമാരുടെ വാതിലിൽ ശക്തമായി മുട്ടുകയല്ലാതെ സഞ്ജുവിന് മുന്നിൽ മറ്റു വഴികളില്ല. ചൊവ്വാഴ്ചത്തെ ഔദ്യോഗിക ടീം പ്രഖ്യാപനത്തിൽ മലയാളി താരത്തിന് അനുകൂലമായി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.